നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിനി സ്ക്രീൻ താരങ്ങളായ മേഘ മഹേഷിനെയും സൽമാനുൽ ഫാരിസിനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മിനി സ്ക്രീൻ താരജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചത്. മിഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനുലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത്. സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവമാണ്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുമുണ്ട്. നായകനും നായികയുമായി തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ്. സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത്. ഇരുവരുടെയും മതം വേറെയാണെന്നതും പ്രായവ്യത്യാസം ഉള്ളതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും ഇപ്പോൾ രണ്ടാളും സന്തുഷ്ടരായി ജീവിക്കുകയാണ്. പ്രേമവിവാഹമായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഏറെയായിരുന്നു. എന്നാൽ വിവാഹ സമയത്ത് മേഘയുടെ അച്ഛൻ എത്തിയതോടെ ഉയർന്നു വന്ന ഗോസിപ്പുകൾക്ക് ചെറിയ രീതിയിൽ ഒരു ആശ്വാസം വന്നിരുന്നു. തങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഇപ്പോഴത്തെ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം മേഘയും സൽമാനുൽ ഫാരിസും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ ഒരു Q&A വീഡിയോയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എത്തിയിരിക്കുകയാണ് സൽമാനുൽ ഫാരിസും മേഘ മഹേഷും. പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ച ലെച്ചു ഗെറ്റപ്പിലാണ് വീഡിയോയിൽ മേഘ എത്തിയത്. ധാവണിയും പൊട്ടുമൊക്കെയായുള്ള മേഘയും ആ ലുക്ക് തനിക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഇന്ന് എന്റെ ഭാര്യയായ നിങ്ങളുടെ ലച്ചുവിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് മേഘയ്ക്ക് ഇൻട്രോ കൊടുത്തത്. തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സർപ്രൈസ് വാർത്ത പറയാനുണ്ടെന്ന് സൽമാനുൽ പറഞ്ഞിരുന്നു. അത് കണ്ട് മേഘ ഗർഭിണിയാണോ എന്ന് പലരും തിരക്കിയെത്തി. ആ ചോദ്യത്തിനുള്ള വ്യക്തത സൽമാൻ നൽകുന്നു. അത് മറ്റൊരു സർപ്രൈസ് വാർത്തയായിരുന്നു, പക്ഷേ അത് നടന്നില്ല. നടക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ മേഘ ഗർഭിണിയല്ല, ഉടനെയൊന്നും ഗർഭിണിയാക്കാനുള്ള പ്ലാനുമില്ല. ഇപ്പോൾ മേഘ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം പൂർത്തിയാക്കിയതിനു ശേഷം എന്താണോ കരിയറിൽ അവൾ നേടാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യണം. ലൈഫ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് വിശേഷം, സർപ്രൈസ് എന്നൊക്കെ കേട്ടാൽ ഗർഭിണിയാണോ എന്ന് ചോദിച്ചു വരരുത് എന്നും സൽമാനുൽ ഫാരിസ് പറഞ്ഞു. മേഘയുടെ വീട്ടുകാരുടെ എതിർപ്പുകൾ മാറിയോ എന്ന ചോദ്യത്തിന് പൂർണ്ണമായും ഇല്ല, മാറി വരുന്നു എന്നാണ് മറുപടി നൽകിയത്. ഗ്രാൻഡ് പാരന്റ്സിനെ മീറ്റ് ചെയ്തു, കസിൻസിനൊക്കെ വിളിക്കാറും കാണാറുമുണ്ട്. പിന്നെ വീട്ടുകാർക്ക് മാറിക്കോളും, കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം. 4 മാസം ആയതല്ലേ ഉള്ളൂ എന്ന് മേഘ പറയുന്നു. മേഘ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്താണ് മാറ്റം എന്ന ചോദ്യത്തിന് കുറച്ച് അടുക്കും ചിട്ടയും വന്നു, കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു സൽമാന്റെ മറുപടി. മേഘയ്ക്ക് പൊസസീവ് അടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറ്റു പെൺകുട്ടികളെ ഞാൻ നോക്കിയാൽ മേഘയ്ക്ക് പൊസസീവ് അടിക്കില്ല, പകരം മേഘ എന്റെ തലക്കടിക്കും എന്ന് സൽമാനുൽ ഫാരിസ് പറഞ്ഞു. വിവാഹത്തിന് അച്ഛൻ എത്തിയിരുന്നു എങ്കിലും അമ്മയെ കാണാഞ്ഞത് ആരാധകരുടെ നിരന്തരമായുള്ള ചോദ്യങ്ങൾക്കും കാരണമാണ്. ഇക്കഴിഞ്ഞ ദിവസം കൂടി അച്ഛനെയും അമ്മയും കുറിച്ച് ചോദ്യവുമായി ചിലരെത്തി. എന്നാൽ ദയവ് ചെയ്ത് പാരന്റ്സിനെ കുറിച്ച് ചോദിക്കരുത്, ഓക്കെയാണ്, പക്ഷെ എല്ലാം പഴയതുപോലെ അവൻ സമയമെടുക്കും എന്നാണ് സൽമാനുൽ പറഞ്ഞത്. എന്നാൽ മകളുടെ ഓർമ്മയിലാണ് അച്ഛനും അമ്മയും എന്ന കാര്യത്തിൽ സംശയമില്ല. മിക്ക ദിവസങ്ങളിലും മകളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അമ്മ ബിന്ദു സോഷ്യൽ മീഡിയയിൽ എത്തും. മോളെ ഓർക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. പക്ഷേ ആ സംഭവത്തിന് ശേഷം ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ച ചേച്ചിയെ കണ്ടിട്ടില്ല. എല്ലാം ശരിയാകുമെന്നാണ് ബിന്ദുവിനോടായി ആരാധകർ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് ബിന്ദു. ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റാ ബയോയിൽ പറഞ്ഞിരിക്കുന്നത്. മേഘയുടെ അമ്മ ആണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത്. അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് കമന്റുകൾ നിറഞ്ഞത്. 2 മതത്തിൽപ്പെട്ടവരാണെന്നത് മാത്രമായിരുന്നില്ല, സൽമാനേക്കാൾ 13 വയസ്സ് പ്രായക്കുറവുണ്ട് മേഘയ്ക്ക്. പക്ഷെ പ്രണയത്തിന് അതൊന്നും തടസ്സമേ ആയിരുന്നില്ല എന്ന് വിവാഹ ദിവസം തന്നെ മേഘയും സൽമാനുൽ ഫാരിസും പറഞ്ഞു. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവച്ചും ഇരുവരും എത്തിയിരുന്നു. ഇപ്പോൾ താൻ ഇക്കയുടെ ഷർട്ടൊക്കെയാണ് ഇടാറുള്ളത് എന്ന് പറഞ്ഞാണ് മേഘ വീഡിയോയിലേക്ക് കടക്കുന്നത് തന്നെ. ഉറ്റ സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നതും മറ്റ് വിശേഷങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. വിവാഹത്തിന് ശേഷം ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് വിവാഹം എന്ന് ഇരുവരും പറയുന്നു. കല്യാണത്തിന് പങ്കെടുത്ത് മടങ്ങുന്ന വഴി മേഘയുടെ അച്ചാച്ചനും അമ്മച്ചിയും വിളിച്ചിട്ട് അവരെ കാണാൻ പോകുന്നതും അതിന്റെ എക്സൈറ്റ്മെന്റും മേഘ പങ്കുവെക്കുന്നുണ്ട്. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഗ്രാൻഡ് പാരന്റ്സ് ഹാപ്പിയായി, ദയവ് ചെയ്ത് പാരന്റ്സിനെ കുറിച്ച് ചോദിക്കരുത്, ഓക്കെയാണ്, പക്ഷെ എല്ലാം പഴയതുപോലെ ആവാൻ സമയമെടുക്കും ഗൈസ് എന്ന് സൽമാനുൽ ഫാരിസും പറയുന്നു. മേഘയുടെ വിവാഹത്തെ ഇപ്പോഴും നടിയുടെ അച്ഛനും അമ്മയും പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അതിനുശേഷം ഒരു ഫാൻസ് മീറ്റിന് പോകുന്നതും അവിടെയുള്ള സന്തോഷം
സന്തോഷവും എല്ലാം മേഘയും സൽമാനുൽ ഫാരിസും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. വ്യത്യസ്ത മതവും പ്രായ വ്യത്യാസവും വീട്ടുകാരുടെ എതിർപ്പും ഒക്കെ ചർച്ചയായിരുന്നു. പരമ്പരയിൽ അഭിനയിച്ചു വരുന്നതിനിടയിലായിരുന്നു ഇവർ പ്രണയത്തിലായത്. നിങ്ങളുടെ കെമിസ്ട്രി വിജയത്തിന് കാരണം അതാണെന്നായിരുന്നു ആരാധകരും പറഞ്ഞത്. യഥാർത്ഥ പ്രണയിനി അവിടെ ഉള്ളപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവാനാണെന്നായിരുന്നു സ്വാതി ചോദിച്ചത്. ആളുകൾ ചോദിച്ചിരുന്ന സമയത്ത് ഇത് പറയാനാവാത്ത അവസ്ഥയായിരുന്നു എന്നായിരുന്നു വിവാഹശേഷം സൽമാനെയും മേഘയും കണ്ടപ്പോൾ വൈഷ്ണവി പറഞ്ഞത്. രജിസ്റ്റർ മാരേജിലൂടെയായിരുന്നു സൽമാനും മേഘയും ഒന്നിച്ചത്. ഇവരുടെ വിവാഹ വീഡിയോയും ചിത്രങ്ങളും എല്ലാം അന്ന് വൈറലായിരുന്നു. 13 വയസ്സ് പ്രായ വ്യത്യാസം പ്രശ്നമായി തോന്നിയിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല, വിശ്വാസവും സ്നേഹവും കുറച്ച് ക്രേസ്നെസ്സും ഉണ്ടെങ്കിൽ അതൊരു വിഷയമേ അല്ല, കമ്മ്യൂണിക്കേഷനും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് മേഘയുടെ മറുപടി. മിഡി 2-ലും സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും. വിവാഹത്തിന് പിന്നാലെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. ഈ ചാനലിലൂടെ പുതിയൊരു വിശേഷം പങ്കുവച്ചതും കഴിഞ്ഞ ദിവസം താരങ്ങൾ എത്തിയിരുന്നു. ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത്. ഒരു വലിയ സർപ്രൈസ് വരുന്നു എന്ന് അറിയിക്കാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോ ആണിത്. ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന മൊമെന്റ് ആണ്, നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ബാക്കി കാര്യങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും എന്നും സൽമാൻ പറഞ്ഞു. ഈ ഒരു സർപ്രൈസിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന സംഭവമായിരിക്കും ഇതെന്നും മേഘ പറഞ്ഞു. നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത്. പുതിയ സീരിയൽ കൃഷ്ണഗാഥയെ കുറിച്ചല്ലേ എന്ന് മനസ്സിലായി. സീതാരാമൻ തമിഴ് സീരിയൽ റീമേക്ക്. സൽമാനും കനൽപൂവ് സീരിയൽ നടി വൈഷ്ണവിയുമാണ് നായകനും നായികയും. വൈഷ്ണവിയുടെ അനിയത്തിയുടെ വേഷമായിരിക്കും മേഘയ്ക്ക്. വെയിറ്റിംഗ് എന്നാണ് ഒരു കമന്റ്. ഫാമിലിയെ കാണാൻ പോകുന്നുണ്ടാകും. രണ്ടുപേരുടെയും എന്താണ് സർപ്രൈസ്? നിങ്ങൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. മിഡി 2-ലും ഹിറ്റ് സീരിയലായിരുന്നു. ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് സൽമാനും മേഘയുമായിരുന്നു. സീരിയലിൽ സഞ്ജു ലക്ഷ്മി എന്ന റോളുകളാണ് സൽമാനും മേഘയും ചെയ്തത്. സീരിയലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സൽമാൻ മാറിയിരുന്നു. സൽമാന്റെ മേഘയുടെ വിവാഹം അപ്രതീക്ഷിതമായിരുന്നു. മേഘയും സൽമാനും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ബാലതാരമായ എത്തിയ മേഘയ്ക്ക് ഇപ്പോൾ 19 വയസ്സാണ്. സൽമാന് 31 വയസ്സാണ്. ഇരുവരും വീട്ടുകാർ അറിയാതെയായിരുന്നു വിവാഹം ചെയ്തത്. എന്നാൽ രജിസ്റ്റർ മാരേജിന്റെ ദിവസം മേഘയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയിരുന്നുവെന്ന് ഇവർ പറഞ്ഞിരുന്നു.